2026 ഒരു പുതിയ TV മേടിക്കാൻ നോക്കുവാണോ? എന്നാ OLED, RGB, മിനി LED, QD, OLED, sRGB ഇതെല്ലാം കുറെ ടെക്നോളജീസ് ഉണ്ട്. ഓരോ ബ്രാൻഡ് അവരുടെ TV തന്നെ ബെസ്റ്റ് ആണെന്ന് പറയാൻ പുതിയ പുതിയ മാർക്കറ്റിംഗ് ടേംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ നോർമൽ വീഡിയോസിനെക്കാളും കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. പക്ഷേ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും എങ്ങനത്തെ TV മേടിക്കണം, ഏത് മാർക്കറ്റിംഗ് ഹൈപ്പാണ്, ഇതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ്, ബ്രാൻഡ്സ്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ TVസിനെ ബ്രോഡായിട്ട് 3 കാറ്റഗറീസിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ്, സോണി, സാംസങ്, LG, ഫിലിപ്സ് പോലെയുള്ള ട്രഡീഷണൽ TV ബ്രാൻഡ്സ്. ഇവർക്ക് TV ഇൻഡസ്ട്രിയിൽ ഡെക്കേഡ്സ് ആയി എക്സ്പീരിയൻസ് ഉണ്ട്. ഡിസ്പ്ലേ ടെക്നോളജീസ്, പ്രോസസർ, പിക്ചർ പ്രോസസിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ ഇവർ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ്, TCL, വ്യൂ, ഹൈസെൻസ് പോലെയുള്ള വാല്യൂ ഫോക്കസ് ബ്രാൻഡ്സ് ആണ്. ഇവരുടെ മെയിൻ ഫോക്കസ് കുറഞ്ഞ പ്രൈസിൽ മാക്സിമം ഫീച്ചേഴ്സ് കൊടുക്കുന്നതെന്നാണ്. തേർഡ്, ഷോമി, OnePlus, മോട്ടോറോള പോലെയുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ്. ഇവർ റീസെന്റ് ഇയേഴ്സിലാണ് മാർക്കറ്റിലേക്ക് എൻ്റർ ആയത്. ഇവർ സ്മാർട്ട് ഫോൺ എക്കോസിസ്റ്റമിന്റെ അഡ്വാൻറ്റേജസിനെ TVസിലും കൊണ്ടുവരാൻ നോക്കുക. ബ്രാൻഡ് എന്തായാലും നമ്മൾ TV മേടിക്കുമ്പോൾ ബ്രാൻഡിനേക്കാൾ ഡിസ്പ്ലേ ടെക്നോളജിനെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ്. എന്നാന്ന് വെച്ചാൽ പിക്ചർ ക്വാളിറ്റി ഇതിന്റെ മേലിലാണ് ഡിപ്പെൻഡ് ആവുന്നത്. നെക്സ്റ്റ്, ഡിസ്പ്ലേ ടെക്നോളജീസ്. ഇവിടെയാണ് ആക്ച്വൽ കൺഫ്യൂഷൻ സ്റ്റാർട്ട് ആവുന്നത്. LED, OLED, QLED, മിനി LED, മൈക്രോ RGB, പേര് കേട്ട എല്ലാം ഡിഫറെന്റ് ടെക്നോളജീസ് പോലെ തോന്നും. പക്ഷെ അതെല്ലാം പുതിയ ടെക്നോളജീസ് അല്ല. ചില ടെക്നോളജീസ് ജസ്റ്റ് അപ്ഗ്രേഡഡ് വേർഷൻസ് മാത്രമാണ്. സോ ബേസിക് LED TV തൊട്ട് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന അപ്ഗ്രേഡഡ് ഡിസ്പ്ലേ ടെക്നോളജീസ് വരെ എല്ലാം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ്, LED TV. ഇതാണ് ഫസ്റ്റ് TV ഡിസ്പ്ലേ. നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ബേസിക് TV ടെക്നോളജിയാണ്. ആക്ച്വലി നമ്മൾ കാണുന്ന പിക്ചർ LCD സ്ക്രീനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ ബാക്ക് സൈഡിൽ LED ലൈറ്റ്സ് ആണ് ആ സ്ക്രീനിന് ബ്രൈറ്റ്നസ് തരുന്നത്. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഒരു സ്റ്റെയിൻ ഗ്ലാസിന്റെ ബാക്ക് സൈഡിൽ ടോർച്ച് വെച്ച് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഇതിന്റെ 43 ഇഞ്ച് മോഡൽ അറൌണ്ട് 14,000 തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. നെക്സ്റ്റ്, QLED TV. QLED എന്ന് പറഞ്ഞാലും LED TV തന്നെയാണ്. പക്ഷേ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ക്വാണ്ടം ഡോട്ട് ലെയർ ആഡ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ സെയിം LED TV സെറ്റപ്പ് തന്നെയാണ്. പക്ഷെ കളേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ ലെയർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ 43 ഇഞ്ച് TV അറൌണ്ട് 20,000 സ്റ്റാർട്ട് ആവുന്നത്. നെക്സ്റ്റ്, മിനി LED TV. മിനി LED എന്ന് പറഞ്ഞത് പുതിയ ടെക്നോളജി അല്ല. ഇതൊരു അഡ്വാൻസ് ബാക്ക് ലൈറ്റിംഗ് സിസ്റ്റം ആണ്. ഇതിനെ മാർക്കറ്റിൽ കൂടുതൽ പോപ്പുലർ ചെയ്തത് TCL പോലെയുള്ള ബ്രാൻഡ്സ് ആണ്. നോർമൽ LEDസിൽ കുറച്ച് LEDs മാത്രമേ കാണൂ. പക്ഷെ മിനി LEDയിൽ തൗസൻഡ്സ് ഓഫ് ടൈനി LEDs കാണും. അതുകൊണ്ട് ഡാർക്ക് ഏരിയാസിനെ കൂടുതൽ ഡാർക്ക് ആയിട്ട് ആൻഡ് ബ്രൈറ്റ് ഏരിയാസിനെ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കാണിക്കും. ഇതിന്റെ റിസൾട്ടായി ബെറ്റർ ബ്രൈറ്റ്നെസ്, ബെറ്റർ ബ്ലാക്സ്, കോൺട്രാസ്റ്റ് ആൻഡ് ബെറ്റർ HDR എക്സ്പീരിയൻസ് കിട്ടും. അതുകൊണ്ട് തന്നെ മിനി LED ഇപ്പൊ മാർക്കറ്റിൽ വളരെ പോപ്പുലർ ആയത്. ഇതിന്റെ 43 ഇഞ്ച് മോഡൽ അറൌണ്ട് 30,000 തൊട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഞാൻ ഈ ടെക്നോളജി യൂസ് ചെയ്ത് 43 ഇഞ്ച് സാംസങ് TVനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് മേലെ ഐക്കോൺസ് മെൻഷൻ ചെയ്യാം. സിമ്പിൾ ആയിട്ട് മിനി LEDനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു ടോർച്ചിന്റെ പ്ലേസിൽ മൾട്ടിപ്പിൾ ചെറിയ ടോർച്ചസ് കാണും. നെക്സ്റ്റ്, OLED TVs. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെന്റ് ടെക്നോളജിയാണ്. ഇവിടെ ബാക്ക് ലൈറ്റിംഗ് സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ടൊന്നും കാണത്തില്ല. ഇവിടെ ഓരോ പിക്സൽ അതിന്റെ ഓൺ ലൈറ്റിനെ ക്രിയേറ്റ് ചെയ്യും. ബ്ലാക്സ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ പിക്സൽ സിമ്പിൾ ആയിട്ട് ഓഫ് ആവും. അതുകൊണ്ട് OLED പെർഫെക്റ്റ് ബ്ലാക്സ് ആൻഡ് ബെസ്റ്റ് കോൺട്രാസ്റ്റ് തരും. സോ മൂവി ലവേഴ്സിന് വേണ്ടി ഇതൊരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആണ്. പക്ഷെ ഇതിൽ ബ്രൈറ്റ്നസ് കുറച്ച് കുറവായിരിക്കും. കമേഴ്ഷ്യൽ TV മാർക്കറ്റിൽ OLEDസിനെ പോപ്പുലർ ചെയ്തത് LG ആണ്. ആൻഡ് ഇത് 43 ഇഞ്ചസിൽ നമുക്ക് അവൈലബിൾ ഇല്ല. ഇത് 55 ഇഞ്ചസ് തൊട്ടാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 1 lakh ആണ്. നിങ്ങൾക്ക് വേണ്ടി ബെസ്റ്റ് LED, QLED, മിനി LED ആൻഡ് OLED TVs എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ്, അപ്ഗ്രേഡഡ് വേർഷൻസ് ആൻഡ് മാർക്കറ്റിംഗ് നെയിംസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നിയോ QLED. ഇത് സാംസങ് ക്രിയേറ്റ് ചെയ്ത മിനി LED പ്ലസ് ക്വാണ്ടം ഡോട്ട് കോമ്പിനേഷൻ ആണ്. നെക്സ്റ്റ്, QNED. ഇത് LG ക്രിയേറ്റ് ചെയ്തത്. മിനി LED പ്ലസ് ക്വാണ്ടം ഡോട്ട് പ്ലസ് നാനോ സെൽ ലെയർ കോമ്പിനേഷൻ ആണ്. ഇവിടെ നാനോ സെൽ എന്ന് പറഞ്ഞാൽ LGയുടെ കളർ എൻഹാൻസ്മെന്റ് ടെക്നോളജിയാണ്. നെക്സ്റ്റ്, QD മിനി LED. ഇത് TCL ആൻഡ് ഹൈസെൻസ് പോലെയുള്ള ബ്രാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മിനി LED പ്ലസ് ക്വാണ്ടം ഡോട്ട് കോമ്പിനേഷൻ കാണും. നെക്സ്റ്റ്, മൈക്രോ RGB. ഇതിപ്പോ വന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. റെഗുലർ ആയിട്ട് എല്ലാ TVസിൽ വൈറ്റ് LEDs ആണ് കാണുന്നത്. പക്ഷെ ഇതിലാണെങ്കിൽ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ LED ലൈറ്റ്സ് കാണും. സോ ഇത് കാരണം ബെറ്റർ കളേഴ്സ്, ഹയർ ബ്രൈറ്റ്നസ് ആൻഡ് വൈഡർ കളർ ഗാമറ്റ് കിട്ടും. സാംസങ്, TCL, ഹൈസെൻസ് ഈ ബ്രാൻഡ്സ് എല്ലാം ഇപ്പൊ ഇവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല TCLകാര് പുതിയതായിട്ട്
SQD മിനി LED എന്ന് ഒരു പുതിയ മാർക്കറ്റിംഗ് ടേം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഡിസ്പ്ലേ ടെക്നോളജി യൂസ് ചെയ്തെന്ന് ഗസ് ചെയ്ത് കമന്റ് ചെയ്യുക. ഇനി ഫൈനലായിട്ട് ഓർമ്മ വയ്ക്കേണ്ടത് ഒരു കാര്യം മാത്രം. മാർക്കറ്റിലുള്ള എല്ലാ ഡിസ്പ്ലേ ടെക്നോളജീസിനെ 4 കാറ്റഗറീസിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ്, LEDs. നിങ്ങൾക്ക് ബഡ്ജറ്റിൽ വേണം ആൻഡ് നിങ്ങൾ മോസ്റ്റ്ലി കാണുന്നത് കേബിൾ ചാനൽസ്, യൂട്യൂബ് ആൻഡ് ഡെയിലി ഫാമിലി വ്യൂയിങ്ങിന് വേണ്ടിയാണെങ്കിൽ LED മതിയാവും. ഇതിൽ ബ്രൈറ്റ്നെസ് ആൻഡ് കളേഴ്സ് ഡീസെന്റ് ആയിട്ട് കാണും, പക്ഷെ കോൺട്രാസ്റ്റ് ആൻഡ് ബ്ലാക്സ് കുറച്ച് ആവറേജ് ആണ്. സോ ബഡ്ജറ്റ് കോൺഷ്യസ് ആണെങ്കിൽ LEDs ഒരു പ്രാക്ടിക്കൽ ഓപ്ഷൻ ആണ്. നെക്സ്റ്റ്, QLED TVs. ഇത് LEDന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. അതുകൊണ്ട് റൂമിൽ ബ്രൈറ്റ്നെസ് കൂടുതലാണ് ആൻഡ് നിങ്ങൾ കൂടുതൽ ഡേ ടൈമിൽ TV നോക്കുന്നുണ്ടെങ്കിൽ QLED ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നെക്സ്റ്റ്, മിനി LED. ഇതിൽ ഡീപ് ബ്ലാക്സ്, ബെറ്റർ കോൺട്രാസ്റ്റ്, ഹൈ ബ്രൈറ്റ്നെസ് ആൻഡ് പിക്ചർ ക്വാളിറ്റി നന്നായിട്ടിരിക്കുന്നത് കൊണ്ട് HDR എക്സ്പീരിയൻസ് ഇനി കുറച്ച് ബെറ്റർ ആയിട്ടിരിക്കും. ഇത് മൂവീസ്, സ്പോർട്സ്, കാഷ്വൽ ഗെയിമിംഗ് എല്ലാ സിറ്റുവേഷൻസിലും ബാലൻസ് പെർഫോമൻസ് തരും. ഇതിന്റെ പ്രൈസ് കുറച്ച് കൂടുതലായാലും പെർഫോമൻസിനനുസരിച്ച് ഇത് വളരെ നല്ലതാ. നെക്സ്റ്റ്, OLED. പിക്ചർ ക്വാളിറ്റിയിൽ OLEDനെ ബീറ്റ് ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. ഓരോ പിക്സൽ സെപ്പറേറ്റ് ആയിട്ട് ഓൺ ആൻഡ് ഓഫ് ആവുന്നത് കാരണം പെർഫെക്റ്റ് ബ്ലാക്സ്, ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റ് ആൻഡ് ബെസ്റ്റ് വ്യൂയിങ് ആംഗിൾസ് കിട്ടും. നിങ്ങൾ ഡാർക്ക് റൂമിന് വേണ്ടി TV നോക്കുന്നുണ്ട് ആൻഡ് മൂവീസ് ആൻഡ് OTT കണ്ടന്റ് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ OLED ബെസ്റ്റ് എക്സ്പീരിയൻസ് തരും. പക്ഷേ ഇതിന്റെ പ്രൈസ് കൂടുതലാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ബഡ്ജറ്റ് അലോ ചെയ്യുന്നില്ലെങ്കിൽ മിനി LEDയും സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് തന്നെ തരും. സോ ഫൈനലായിട്ട് എന്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മിനി LED സൂട്ടാവും ആൻഡ് അത് ബഡ്ജറ്റിൽ തന്നെ ഇരിക്കും. ഒരു പക്ഷെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കൂടുതലായാലും കുഴപ്പമില്ല, ബെസ്റ്റ് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞാൽ OLED TVs മേടിക്കാം. ഇല്ല, ബഡ്ജറ്റ് കുറച്ച് ടൈറ്റ് ആണെന്ന് പറഞ്ഞാൽ QLED ഓർ LED TVs മേടിക്കാം. ഇപ്പൊ കുറെ പേര് ഇഗ്നോർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറിനെ കുറിച്ച് സംസാരിക്കാം. അതാണ് സബ് പാനൽസ്. അതെ, പാനൽ ടൈപ്പ്. ടിവിയുടെ ഡിസ്പ്ലേ ടെക്നോളജീസ് ഒരു സൈഡിലാണെങ്കിൽ ടിവിയിൽ യൂസ് ചെയ്ത പാനലിനെ അനുസരിച്ചും പിക്ചർ ക്വാളിറ്റി ഡിപ്പെൻഡ് ആവും. ഇത് 3 ടൈപ്സിലാണ്: VA പാനൽ, IPS പാനൽ ആൻഡ് ADS പാനൽ. ഫസ്റ്റ്, VA പാനൽ. മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ TVസിൽ VA പാനലാണ് യൂസ് ചെയ്യുന്നത്. VA പാനലിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഡീപ് ബ്ലാക്സ്, ബെറ്റർ കോൺട്രാസ്റ്റ് ആൻഡ് മൂവി കാണുമ്പോൾ നല്ല സിനിമാറ്റിക് ഫീൽ കിട്ടും. പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ വ്യൂയിങ് ആംഗിൾസ് കുറവായിരിക്കും. സോ സൈഡിലിരുന്ന് TV കാണുമ്പോൾ കളേഴ്സ് കുറച്ച് ഫെയ്ഡ് ആയിട്ട് കാണും. അതുകൊണ്ട് ടിവിയുടെ അടുത്ത് സൈഡ് സീറ്റിംഗ് ഇല്ലാതെ സ്ട്രെയിറ്റിലിരുന്ന് TV കാണുന്നുണ്ടെങ്കിൽ VA പാനൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സോണി, സാംസങ്, TCL, ഹൈസെൻസ് ഈ ബ്രാൻഡ്സ് എല്ലാത്തിലും VA പാനൽസ് ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, IPS പാനൽസ്. ഇത് VA പാനൽസിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. സോ നിങ്ങൾക്ക് ബ്ലാക്സ് ആൻഡ് കോൺട്രാസ്റ്റ് കോംപ്രമൈസ് ആയാലും കുഴപ്പമില്ല ആൻഡ് നിങ്ങളുടെ ഫാമിലിയിൽ കൂടുതൽ ആൾക്കാരുണ്ട് ആൻഡ് സൈഡിലിരുന്ന് TV കാണുമ്പോൾ കളേഴ്സ് ഫെയ്ഡ് ആവാതിരിക്കണമെങ്കിൽ IPS പാനൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇനി LG TVസിലാണ് ഈ IPS പാനൽസ് കൂടുതലായിട്ട് കാണുന്നത്. നെക്സ്റ്റ്, ADS പാനൽസ്. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ IPS പാനലിന്റെ കസിൻ ഒന്ന് വിചാരിച്ചോ. എന്താന്ന് വെച്ചാൽ ഇത് IPS പാനലിന്റെ കൂട്ട് വൈഡർ വ്യൂയിങ് ആംഗിൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ VA പാനൽസിന്റെ കൂട്ട് അത്രയും ബ്ലാക്സ് ആൻഡ് കോൺട്രാസ്റ്റ് കിട്ടത്തില്ല. ഷോമി, TCL, വ്യൂ, ഹൈസെൻസ് ഈ ബ്രാൻഡ്സിലാണ് ADS പാനൽ കാണുന്നത്. സോ ഫൈനലായിട്ട് മൂവി ലവേഴ്സിന് വേണ്ടിയാണെങ്കിൽ VA പാനൽ ആൻഡ് ഫാമിലിയോടെ ഹാളിലിരുന്ന് TV കാണുന്നവർക്ക് IPS ഓർ ADS പാനലിനെ സെലക്ട് ചെയ്യാം. ഇപ്പൊ വരെ ഡിസ്പ്ലേ ടെക്നോളജി ആൻഡ് പാനൽ ടൈപ്പിനെ സെലക്ട് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് TV സൈസ് ബെറ്റർ ആണെന്ന് നോക്കാം. എന്നാന്ന് വെച്ചാൽ കുറെ പേര് റോങ് സൈസ് TV ആണ് സെലക്ട് ചെയ്യുന്നത്. TV സൈസിനെ ഡിസൈഡ് ചെയ്യാൻ റൂം സൈസിനെക്കാളും നിങ്ങൾ TVനെ എത്ര ഡിസ്റ്റൻസിൽ നിന്ന് കാണുന്നതെന്നാണ് ഇമ്പോർട്ടന്റ്. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ 4 to 6 feet ഡിസ്റ്റൻസ് ആണെങ്കിൽ 40 to 43 inches, 6 to 8 feet ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ 43 to 50 inches TV, 8 to 10 feet ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ 50 to 55 inches ആൻഡ് 10 to 12 feet ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ 55 to 65 inches ബെറ്റർ ആണ്. ഇനി ഡിസ്റ്റൻസ് 12 feetനെക്കാളും കൂടുതലുണ്ടെങ്കിൽ അബവ് 65 inches TVസിനെ കൺസിഡർ ചെയ്യാം. ഇനി ഒരു സിമ്പിൾ റൂള് പറയാം. TV വാളിൽ വളരെ ചെറുതായാലും അല്ലെങ്കിൽ വാൾ മുഴുവനും ഓക്യുപ്പൈ ചെയ്താലും കാണാൻ അത്ര നല്ലതല്ല. ഐഡിയൽ ആയിട്ട് പറയണമെങ്കിൽ TVയുടെ വിഡ്ത് വാളിൽ ഹാഫ് അല്ലെങ്കിൽ 2/3 ആയിരിക്കണം. പിന്നെ നിങ്ങൾ TVയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കണ്ടന്റും ഇമ്പോർട്ടന്റ് ആണ്. കേബിൾ TV അല്ലെങ്കിൽ ന്യൂസ് ചാനൽസ് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ നോർമൽ TV സൈസ് മതിയാവും. ഇനി നിങ്ങൾ യൂട്യൂബ് ആൻഡ് OTT കണ്ടന്റ് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ഒരു സൈസ് വലിയ TV മേടിക്കാം. സോ മൂവീസിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു സൈസും കൂടി വലിയ TV മേടിച്ചാൽ റിഗ്രറ്റ് ഉണ്ടാവില്ല. ഒരു ചെറിയ ടിപ്പ്: TV സൈസിന് ഷോപ്പിൽ പോയി ഡിസൈഡ് ചെയ്യരുത്. എന്നാന്ന് വെച്ചാൽ അവിടെ എല്ലാ TVസും നന്നായിട്ട് തന്നെ തോന്നും. അതുകൊണ്ട് ഫസ്റ്റ് റൂം സൈസിന് മെഷർ ചെയ്ത് പിന്നെ TV സൈസിനെ ഡിസൈഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്താൽ മതി. നെക്സ്റ്റ്, സ്മാർട്ട് TV OS. ഐഫോണിൽ iOS എങ്ങനെയാണോ TVസിൽ സ്മാർട്ട് TV OS അങ്ങനെയാണ്. TVയിൽ പിക്ചർ ക്വാളിറ്റി എത്ര ഇമ്പോർട്ടന്റ് ആണോ ഡെയിലി TVനെ യൂസ് ചെയ്യുമ്പോൾ
ഓപ്പറേറ്റിംഗ് സിസ്റ്റമും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ OS സ്ലോ ആണെങ്കിൽ എത്ര കോസ്റ്റ്ലി TV മേടിച്ചാലും ഡെയിലി യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഫ്രസ്ട്രേഷൻ വരും. ആൻഡ് മാർക്കറ്റിൽ മെയിൻലി 6 OS സിസ്റ്റംസ് ആണ് ഉള്ളത്. ഫസ്റ്റ്, WebOS. LG TVസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ യൂസേജ് മനസ്സിലാക്കാൻ ഈസിയാണ് ആൻഡ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സ്മൂത്ത് തന്നെയാണ്. ഇനി മാജിക് റിമോട്ട് ഉണ്ടെങ്കിൽ നാവിഗേഷനും വളരെ സിമ്പിൾ ആവും. നെക്സ്റ്റ്, ടൈസൺ. സാംസങ് TVസിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ആപ്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവും ആൻഡ് ഓവറോൾ എക്സ്പീരിയൻസും വളരെ സ്മൂത്ത് ആണ്. ഇനി സാംസങ് എക്കോസിസ്റ്റം ഓൾറെഡി യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. നെക്സ്റ്റ്, ഗൂഗിൾ TV. സോണി, TCL, ഹൈസെൻസ് പോലെയുള്ള ബ്രാൻഡ്സ് ഗൂഗിൾ TV ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആപ്പ് സപ്പോർട്ട് നോക്കിയാൽ മാർക്കറ്റിൽ ബെസ്റ്റ് ഇതാണ് ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ OTT ആപ്സ് ഇതിൽ അവൈലബിൾ ആണ് ആൻഡ് റിക്കമെൻഡേഷൻസും നന്നായിട്ട് കിട്ടും. OTT കണ്ടന്റ് കൂടുതൽ കാണുന്നവർക്ക് ഇത് ബെറ്റർ ഓപ്ഷൻ ആണെന്ന് പറയാം. നെക്സ്റ്റ്, ആൻഡ്രോയിഡ് TV. ഇത് ഗൂഗിൾ TVയുടെ പഴയ വേർഷൻ ആണെന്ന് വിചാരിക്കാം. ഇതിലും ആപ്പ് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. പക്ഷെ ഗൂഗിൾ TVയിൽ അത്രയും പോളിഷ്ഡ് എക്സ്പീരിയൻസ് കിട്ടത്തില്ല ആൻഡ് ബഡ്ജറ്റ് TVസിൽ ഇപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. നെക്സ്റ്റ്, ഫയർ TV OS. ആമസോൺ ഫയർ TV മോഡൽസിൽ ഈ OS ആണ് കാണുന്നത്. ഇതിൽ ഈവൻ അലക്സ ഇന്റഗ്രേഷനും കാണും. ഇനി പ്രൈം വീഡിയോ കൂടുതൽ കാണുന്നവർക്ക് ഇത് കൺവീനിയന്റ് ആയിട്ടിരിക്കും. നെക്സ്റ്റ്, വിഡ OS. ഇത് ഹൈസെൻസുകാർ യൂസ് ചെയ്യുന്ന ലൈറ്റ് വെയിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇതും ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് തന്നെയാണ്. പക്ഷേ ഇതിന്റെ ആപ്പ് എക്കോസിസ്റ്റം ഗൂഗിൾ TVയുടെ അത്ര വലുതല്ല. സോ ഫൈനലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബെസ്റ്റ് ഓവറോൾ എക്സ്പീരിയൻസിന് വേണ്ടിയാണെങ്കിൽ ടൈസൺ അല്ലെങ്കിൽ WebOS. ഇനി ബെസ്റ്റ് ആപ്പ് സപ്പോർട്ട് ആൻഡ് ബഡ്ജറ്റിൽ മാക്സിമം ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ ഗൂഗിൾ TV ഓർ ആൻഡ്രോയിഡ് TVനെ ചൂസ് ചെയ്യാം. ഫയർ TV ആൻഡ് വിഡ OSും നല്ലതാ. പക്ഷെ അതല്ലാതെ വേറെ എന്ത് OS ഉണ്ടെങ്കിലും അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ വരെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കണ്ടല്ലേ, ഇപ്പൊ പ്രോസസേഴ്സിനെ കുറിച്ച് നോക്കാം. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ പ്രോസസർ TVയുടെ ബ്രെയിൻ പോലെയാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് എന്തുവാന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങളുടെ TVയിൽ കളേഴ്സ് എങ്ങനെ കാണണം, HDR കണ്ടന്റ് എങ്ങനെ പ്രോസസ് ചെയ്യണം, ലോ ക്വാളിറ്റി വീഡിയോസിനെ 4K സ്ക്രീനിൽ എങ്ങനെ ബെറ്റർ ആക്കി കാണിക്കണം, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് പ്രോസസറിനാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ്, സോണി XR പ്രോസസർ. മാർക്കറ്റിലുള്ള എല്ലാ പ്രോസസേഴ്സിൽ സോണി XR പ്രോസസർ ബെസ്റ്റ് എന്നാണ് പറയുന്നത് ആൻഡ് ഇതൊരു ബെഞ്ച് മാർക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൂവീസ്, സ്കിൻ ടോൺസ്, മോഷൻ ഹാൻഡ്ലിംഗ്, അപ്സ്കെയിലിംഗ് ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസിൽ എക്സലന്റ് പെർഫോമൻസ് തരുന്നു. അതുകൊണ്ട് തന്നെ മൂവി ലവേഴ്സ് കൂടുതൽ സോണി TVനെയാണ് പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, LG ആൽഫ സീരീസ്. LGയുടെ ഫ്ലാഗ്ഷിപ്പ് TVസിൽ ഈ ആൽഫ പ്രോസസേഴ്സ് ആണ് വരുന്നത്. ലൈക്ക് ആൽഫ 7, ആൽഫ 11 ഇതൊക്കെ കാണും. അപ്സ്കെയിലിംഗ്, മോഷൻ ഹാൻഡ്ലിംഗ്, AI പിക്ചർ ഓപ്റ്റിമൈസേഷൻ ഈ എല്ലാ സെഗ്മെന്റ്സിൽ ഇത് സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യും. എസ്പെഷ്യലി OLED TVസിൽ LGയുടെ പ്രോസസ്സിംഗ് വളരെ ഇംപ്രസീവ് ആണ്. നെക്സ്റ്റ്, സാംസങ് NQ AI പ്രോസസർ. സാംസങ്ങിന്റെ പ്രീമിയം TVസിൽ ഈ പ്രോസസറാണ് യൂസ് ചെയ്യുന്നത്. ബ്രൈറ്റ്നെസ് ഓപ്റ്റിമൈസേഷൻ, HDR പ്രോസസിംഗ് ആൻഡ് ഗെയിമിംഗ് പെർഫോമൻസിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് സ്മൂത്ത് പെർഫോമൻസ് വേണം ആൻഡ് ബ്രൈറ്റ് റൂമിൽ TV നോക്കുന്നുണ്ടെങ്കിൽ സാംസങ് പ്രോസസർ വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ്, TCL AIPQ ആൻഡ് ഹൈസെൻസ് ഹൈവ്യൂ. ബഡ്ജറ്റ് ആൻഡ് മിഡ് റേഞ്ച് സെഗ്മെന്റ്സിൽ TCLന്റെ AIPQ ആൻഡ് ഹൈസെൻസിന്റെ ഹൈവ്യൂ പ്രോസസേഴ്സും സർപ്രൈസിംഗ്ലി നല്ല പെർഫോമൻസ് തരുന്നു. പ്രൈസുമായിട്ട് കമ്പയർ ചെയ്താൽ ഇതിന്റെ പ്രോസസിംഗ് വളരെ ഇംപ്രസീവ് ആണ്. അതുകൊണ്ട് തന്നെ റീസെന്റ് ഇയേഴ്സിൽ ഈ ബ്രാൻഡ്സ് നല്ല പോപ്പുലർ ആവുന്നത്. നെക്സ്റ്റ്, MediaTek, Realtek ആൻഡ് Amlogic പ്രോസസേഴ്സ്. ഷോമി, OnePlus ആൻഡ് വ്യൂ പോലത്തെ ആൻഡ്രോയിഡ് TVസിൽ ഈ പ്രോസസറാണ് കാണുന്നത്. ഡെയിലി പ്രോസസിംഗിന് ഓക്കെ, പക്ഷെ പ്രീമിയം പ്രോസസേഴ്സിന്റെ കൂട്ട് അഡ്വാൻസ് പിക്ചർ പ്രോസസിംഗ് ഇതിൽ എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷെ ഒരു കാര്യം ഓർമ്മ വയ്ക്കണം, TV മേടിക്കുമ്പോൾ പ്രോസസറിനെക്കാളും പാനൽ ടെക്നോളജിയാണ് ഇമ്പോർട്ടന്റ്. പ്രോസസർ ആ പിക്ചറിനെ ബെറ്റർ ആയിട്ട് എങ്ങനെ കാണിക്കണമെന്ന് മാത്രമേ സഹായിക്കത്തുള്ളൂ. നെക്സ്റ്റ്, HDR ഫോർമാറ്റ്സ്. ഇപ്പൊ TV സ്പെക്സിൽ HDR10, HDR10+, HLG ഇങ്ങനെ കുറെ പേര് കാണും. സിമ്പിൾ ആയിട്ട് HDR എന്ന് പറഞ്ഞാൽ പിക്ചറിനെ റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്ന ടെക്നോളജിയാണ്. ഫസ്റ്റ്, HDR10. ഇതാണ് ബേസിക് HDR ഫോർമാറ്റ്. ഓൾമോസ്റ്റ് എല്ലാ 4K TVസിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. സോ HDR10 ഒരു സ്പെഷ്യൽ ഫോർമാറ്റ് ഒന്നും അല്ല, ഇത് മിനിമം ബേസിക് റിക്വയർമെന്റ് ആണ്. നെക്സ്റ്റ്, HLG. ഇത് മെയിൻലി ലൈവ് ബ്രോഡ്കാസ്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത HDR ഫോർമാറ്റ് ആണ്. സ്പോർട്സ് ആൻഡ് ലൈവ് TV ചാനൽസ് കൂടുതൽ നോക്കുന്നവർക്ക് ഇത് നന്നായിട്ട് യൂസ് ആവും. ആൻഡ് OTT കണ്ടന്റ് നോക്കുന്നവർക്ക് ഇതത്ര വലിയ ഫാക്ടർ ഒന്നും അല്ല. നെക്സ്റ്റ്, ഡോൾബി വിഷൻ. ഇത് മാർക്കറ്റിൽ ഏറ്റവും പോപ്പുലർ ആയ പ്രീമിയം HDR ഫോർമാറ്റ് ആണ്. ആൻഡ് ഇതിൽ സീൻ ബൈ സീൻ പിക്ചർ നന്നായിട്ട് ഓപ്റ്റിമൈസ് ആവും. അതുകൊണ്ട് മൂവീസ് കാണുമ്പോൾ കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, കളേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണും. ഇനി നെറ്റ്ഫ്ലിക്സ് ആൻഡ് ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ ഡോൾബി വിഷൻ കണ്ടന്റ് ആണ് കൂടുതൽ കാണുന്നത്. LG, സോണി, TCL ആൻഡ് ഹൈസെൻസ് പോലെയുള്ള ബ്രാൻഡ്സ് ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, HDR10+. ഇത് സാംസങ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്രീമിയം HDR ഫോർമാറ്റ് ആണ്. ഇതിന്റെ കോൺസെപ്റ്റ് ഒക്കെ സെയിം ഡോൾബി വിഷൻ പോലെ തോന്നും.
പക്ഷേ ഇത് ഡോൾബി വിഷനെക്കാളും കുറച്ച് കുറവാണ്. സാംസങ് ടിവിസിൽ ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ടാവില്ല. അതിന് പകരം HDR10+ ആണ് സാംസങ് തരുന്നത്. ഫൈനലായിട്ട് ബഡ്ജറ്റ് ടി വി ആണെങ്കിൽ HDR10 ആൻഡ് HLG സപ്പോർട്ട് ഉണ്ടാ മതിയാണ്. മിഡ് റേഞ്ച് ആൻഡ് പ്രീമിയം ടിവിസിലാണെങ്കിൽ ഡോൾബി വിഷൻ ആൻഡ് HDR10+ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. പക്ഷെ ഒരു കാര്യം ഓർമ്മ വയ്ക്കണം, HDR ഫോർമാറ്റിനെക്കാളും പാനൽ ടൈപ്പ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നാന്ന് വെച്ചാൽ വീക്ക് പാനലിൽ ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ടെങ്കിലും എക്സ്പീരിയൻസ് അത്ര നന്നായിട്ട് കാണത്തില്ല. പക്ഷെ മിനി LED ഓർ OLED പാനൽസിൽ ബേസിക് HDR കണ്ടന്റ് നന്നായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ്, സൗണ്ട് ഔട്ട്പുട്ട്. കുറെ പേര് ടി വി മേടിക്കുമ്പോൾ പിക്ചർ ക്വാളിറ്റിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് സൗണ്ട് നോക്കാൻ മറന്നു പോകും. പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ 20 വാട്ട്സിന്റെ താഴെയുള്ള സൗണ്ട് ഔട്ട്പുട്ട് ആണെങ്കിൽ ബെഡ്റൂമിലൊക്കെ മതിയാവും. ഇനി 24 to 30 വാട്ട്സ് ആണെങ്കിൽ ഫാമിലി വ്യൂയിങ്ങിന് ഓക്കെയാണ്. 40 വാട്ട് സ്പീക്കേഴ്സ് ആണെങ്കിൽ ഡയലോഗ് ക്ലാരിറ്റി, ലൗഡ്നെസ്, ബാസ് ഇതൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണും. ഇനി 60 വാട്ട് സ്പീക്കേഴ്സ് ആണെങ്കിൽ മൂവി എക്സ്പീരിയൻസ് ഇതിൽ ബെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ടി വി സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട് ടെക്നോളജീസിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ്, ഡോൾബി അറ്റ്മസ്. ഇതാണ് ഏറ്റവും പോപ്പുലറായ സൗണ്ട് ടെക്നോളജി. ഇത് സറൗണ്ട് സൗണ്ട് എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. നെറ്റ്ഫ്ലിക്സ് ആൻഡ് പ്രൈം വീഡിയോ പോലെ OTT കണ്ടന്റ് കാണുമ്പോൾ ഡിഫറൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി കുറെ ബ്രാൻഡ്സിൽ ഓഡിയോയിൽ എക്സ്ട്രാ ഓപ്ഷൻസും ഉണ്ട്. ലൈക്ക് സാംസങ്ങിൽ ഒബ്ജക്ട് ട്രാക്കിംഗ് സൗണ്ട്, LGയിൽ AI സൗണ്ട് പ്രോ, സോണിയിൽ അക്കോസ്റ്റിക് സർഫേസ് ഓഡിയോ ഉണ്ട്. പക്ഷെ ടി വിയിൽ ഇൻബിൽഡ് സ്പീക്കേഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് അത്ര സാറ്റിസ്ഫാക്ടറി ആയിരിക്കത്തില്ല. അതുകൊണ്ട് മൂവി ലവേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക് ലവേഴ്സ് ആണെങ്കിൽ എക്സ്ട്രാ സൗണ്ട് ബാർ ആഡ് ചെയ്ത എക്സ്പീരിയൻസ് നന്നായിട്ടിരിക്കും. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ ഒരു ടി വി മേടിച്ച് 3 months അതിനെ നോർമൽ ആയിട്ട് തന്നെ കണ്ടു. ഹോണസ്റ്റ്ലി പറഞ്ഞ എക്സ്പീരിയൻസ് നന്നായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ അതിനുശേഷം ഒരു മിഡ് റേഞ്ച് സൗണ്ട് ബാർ ആഡ് ചെയ്തു. അപ്പോൾ മൂവി കാണുമ്പോൾ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. അതെനിക്ക് ഇനിയും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. സോ മൂവീസ് ആൻഡ് പാർട്ടീസ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സൗണ്ട് ബാർ ഉറപ്പായിട്ട് മേടിക്കുക. ഇപ്പൊ പോർട്സിനെ കുറിച്ച് നോക്കാം. ടി വി മേടിക്കുമ്പോൾ കുറെ പേര് മിസ് ചെയ്യുന്ന സെക്ഷൻ ഇതാണ്. പക്ഷെ ഫ്യൂച്ചറിൽ റിഗ്രറ്റ് ആവാതിരിക്കണമെങ്കിൽ ചില പോർട്സ് കമ്പൽസറി ആയിട്ട് ചെക്ക് ചെയ്യണം. ഫസ്റ്റ്, HDMI 2.1. ഗെയിമേഴ്സിന് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോർട്ടാണ്. ഒരു പക്ഷെ നിങ്ങൾ Xbox ഓർ PS5 ഗെയിമിംഗ് കളിക്കുന്നുണ്ടെങ്കിൽ HDMI 2.1 ഉറപ്പായിട്ട് കാണണം. ഇനി ALMM ആൻഡ് VRR സപ്പോർട്ടുള്ള ടിവിസ് നോക്കുക. ഒരു പക്ഷെ നിങ്ങൾക്ക് ഗെയിമിംഗ് പ്രയോറിറ്റി ഇല്ലെങ്കിൽ HDMI 2.0 മതിയാവും. നെക്സ്റ്റ്, ER. ഫ്യൂച്ചറിൽ നിങ്ങൾ സൗണ്ട് ബാർ മേടിക്കാൻ നോക്കുവാണെങ്കിൽ ER സപ്പോർട്ട് കമ്പൽസറി ആയിട്ട് ഉണ്ടാവണം. ഇത് ടിവിയിൽ നിന്ന് ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റിനെ സൗണ്ട് ബാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ മ്യൂസിക് ലവേഴ്സിനെ ഇത് ഉറപ്പായിട്ട് വേണം. നെക്സ്റ്റ്, ഈഥർനെറ്റ് പോർട്ട്. വൈഫൈ നല്ലതല്ലെങ്കിലും വൈഡ് ഇന്റർനെറ്റ് കണക്ഷൻ ഇപ്പോഴും കൂടുതൽ സ്റ്റേബിൾ ആണ്. സോ 4K സ്ട്രീമിംഗ് ചെയ്യുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ പോർട്ടാണ്. നെക്സ്റ്റ്, USB പോർട്ട്. എക്സ്റ്റേണൽ ഡ്രൈവ്സ് ഇന്ന് മൂവീസ് അല്ലെങ്കിൽ വീഡിയോസ് പ്ലേ ചെയ്യുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ പോർട്ടാണ്. ഇനി USB 3 ഉണ്ടെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ സ്പീഡ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടിരിക്കും. പക്ഷെ നോർമൽ യൂസേജിന് USB 2 മതിയാവും. സോ ഫൈനലായിട്ട് ടി വി മേടിക്കുമ്പോൾ പോർട്സിന്റെ പ്രയോറിറ്റി ഇങ്ങനെ ആയിരിക്കണം. ഗെയിമേഴ്സ് ആണെങ്കിൽ HDMI 2.1, സൗണ്ട് ബാർ കണക്ട് ചെയ്യുന്നവർക്ക് ER സപ്പോർട്ട് ആൻഡ് എക്സ്റ്റേണൽ ഡ്രൈവ്സിൽ നിന്ന് കൂടുതൽ മൂവീസ് കാണുന്നുണ്ടെങ്കിൽ USB 3.0 ഉണ്ടാ നന്നായിട്ടിരിക്കും. ഇപ്പൊ വരെ എല്ലാം കണ്ട് ടി വി മേടിക്കുമ്പോൾ എത്ര ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യണമെന്ന് അറിഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾ മൂവി ആൻഡ് OTT ലവേഴ്സ് ആണെങ്കിൽ OLED ചൂസ് ചെയ്യുക. ഒരു പക്ഷെ നിങ്ങൾക്ക് അത്ര ബഡ്ജറ്റ് ഇല്ലെങ്കിൽ VA പാനലുള്ള മിനി LED ട്രൈ ചെയ്യുക. പോസിബിൾ ആണെങ്കിൽ കൂടുതൽ റിഫ്രഷ് ആയിട്ടുള്ള ടി വി മേടിക്കുക. എന്താന്ന് വെച്ചാൽ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോളിൽ ഫാസ്റ്റ് സീൻസ് വരുമ്പോൾ അതിവിടെ ക്രിസ്പ് ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾ ബ്രൈറ്റ് റൂമിൽ കൂടുതൽ ടി വി കാണുന്നുണ്ടെങ്കിൽ OLEDനെക്കാളും മിനി LED ബെറ്റർ ആണ്. ഒരു പക്ഷെ നിങ്ങൾ ഫാമിലിയോട് ഇരുന്ന് കൂടുതൽ ടി വി കാണുന്നവരാണെങ്കിൽ IPS പാനലുള്ള മിനി LED ഓർ QLED ടിവിസ് മേടിക്കാം. ഇനി ഗെയിമേഴ്സ് ആണെങ്കിൽ OLED, മിനി LED ഓർ QLED മേടിക്കാം. പക്ഷെ HDMI 2.1 ഉറപ്പായിട്ട് വേണം. ആൻഡ് അത് ALMM ആൻഡ് VRR സപ്പോർട്ട് ചെയ്യണം. ഇനി ലാസ്റ്റ്, 8K TV മേടിക്കണോ അതോ 4K TV മേടിക്കണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും 4K TV മതിയാവും. എന്നാന്ന് വെച്ചാൽ ഇന്ത്യയിൽ 8K കണ്ടന്റ് വളരെ ലിമിറ്റഡ് ആണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി എല്ലാ ബെസ്റ്റ് ടിവിസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ടിവിനെ പറ്റി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരും. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ ഷോമി, ലുമിയോ, TCL ടിവിസിനെ കമ്പയർ ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോവാണ്. ആൻഡ് സബ്സ്ക്രൈബ്.